രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തെ കോൺഗ്രസുകാരെല്ലാം ഒന്ന് കണ്ടുപഠിക്കണം. ഇതാണ് കേരള ജനതയുടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരൻ, നിയമസഭാ സാമാജികൻ. അതുകൊണ്ടാണല്ലോ ചെയ്ത ഒരു നല്ല കാര്യത്തിന് കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷൻ സിംഹം ചെന്നിത്തലയെ നാണം കെടുത്തിയതും അതിന് നക്ഷത്രമെണ്ണുന്ന തിരിച്ചടി മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് കിട്ടിയതും. എന്താണ് ചെന്നിത്തല പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് അങ്ങനെ തന്നെ നൽകണം, അതിന് കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതാണ് രമേശ് ചെന്നിത്തല വ്യക്തമായി എടുത്തു പറഞ്ഞത്. ഇതിന്റെ പേരിലാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പരിഹസിച്ച് നാണം കെടുത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്ന് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതിന് കോൺഗ്രസുകാർ എന്തൊക്കെയോ ഒരു കാര്യമായ വിലയും കൽപ്പിച്ചിരുന്നു. ജനങ്ങളെ സഹായിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നിധിയിലേക്ക് നൽകേണ്ടത് അങ്ങനെ തന്നെ നൽകണം. എല്ലാ കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഈ പറഞ്ഞത് കേട്ടാണ് കെ സുധാകരൻ എന്ന KPCC സിംഹത്തിന് കൊണ്ടിളകിയത്. ചെന്നിത്തല ഒരിക്കൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത്. അദ്ദേഹത്തിനറിയാം മന്ത്രിസഭാംഗമായിരിക്കെ ഒരു ദുർഘട സംഭവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് MLA മാർ തങ്ങളുടെ വക സഹായം വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കുന്നതിൽ ആദ്യം തന്നെ ചെന്നിത്തല തന്റെ വിഹിതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഖ്യാപിച്ചതും കൈമാറിയതും. അത്രപോലും വിവരവും ദയവും ദാക്ഷിണ്യവുമില്ല KPCC അധ്യക്ഷൻ എന്ന് കാണുമ്പോൾ ഇവരെയൊക്കെയാണല്ലോ ഒരു വിഭാഗം അണികൾ നേതാക്കന്മാരെന്ന രീതിയിൽ തലയിൽ കൊണ്ടു നടക്കുന്നതെന്ന് ഓർത്ത് ലജ്ജ തോന്നും. MLA മാർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളമാണ് ഇങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഈ പ്രവൃത്തിയെ ധീരനായ KPCC അധ്യക്ഷൻ വിശേഷിപ്പിച്ച് എന്താണെന്നോ, എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ അങ്ങനെ തള്ളിപ്പറഞ്ഞ കെ സുധാകരനെതിരെ പരക്ക വിമർശനമാണ് ഉയർന്നത്, കോൺഗ്രസിൽ നിന്നും സമൂഹത്തിൽ നിന്നും. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെയാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും മികച്ച രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇതിനെതിരെ ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സുധാകരന് കേരളത്തിലെ ഇത്തരം നടപടികളും കീഴ്വഴക്കങ്ങളും അറിയാത്തത് കൊണ്ടല്ല, ഇനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കാൻ ആരെങ്കിലും ഉപദേശം നൽകിയാണോ എന്നും അറിയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും അത് നേരിട്ട് കൊടുക്കണമെന്നുമൊക്കെ സോഷ്യൽ മീഡിയ വഴി മണ്ടത്തരം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ലീഗ് അണികളാണ്. പക്ഷേ കോൺഗ്രസ് അനുകൂലികളിൽ നല്ലൊരു ഭാഗം മനസാക്ഷിയുള്ളവർ ഇതിൽ നിന്നും വിട്ടുനിന്നപ്പോൾ സൈബർ ലീഗ് കോമരങ്ങൾ ആകെ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ കിട്ടിയതുപോലെ തകർത്താടുകയാണ്. 91 പ്രളയ ദുരിതം ബാധിച്ചവരെ സഹായിക്കാൻ അന്ന് DYFI പ്രവർത്തകർ ഒരു പിരിവ് നടത്തി. അതുവഴി സംഭരിച്ച ലക്ഷങ്ങൾ അവർ ഏൽപ്പിച്ചത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരനെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കണ്ടാണ്. അന്നത്തെ DYFI നേതാക്കളായ S ശർമ്മ, CB ചന്ദ്രബാബു, കടകംപള്ളി സുരേന്ദ്രൻ, മുത്തു എന്നിവരാണ് അന്ന് കെ കരുണാകരന് നേരിട്ട് തുക കൈമാറിയത്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ DYFI നിരത്തിലിറങ്ങി അതിശക്തമായ സമരം നടത്തുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്നവരെ ഉമ്മാക്കി സമരമൊന്നുമല്ല, തടയുമെന്ന് പറഞ്ഞാൽ വഴിയിൽ തടയുക തന്നെ ചെയ്യുന്ന DYFIയുടെ സമരം. അതിശക്തമായ സമരം, മുഖ്യമന്ത്രിയെ വരെ വഴിയിൽ തടയുന്ന അതിശക്തമായ ഒരു പ്രക്ഷോഭമായിരുന്നു DYFI മുന്നോട്ട് വെച്ചതും. എന്നിട്ടും കേരളം നേരിട്ട ആ ദുരന്തത്തിൽ സർക്കാരിനൊപ്പം കൈകോർത്ത് പിടിക്കാനാണ് DYFI തയ്യാറായത്. അങ്ങനെയാണ് പിരിച്ച ലക്ഷങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കൊടുത്തത്. അത്തരമൊരു പാരമ്പര്യം എന്തുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതെ പോയി എന്നതിന് ഉത്തരമാണ് ഇതാ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തലപ്പത്തുള്ളയാൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അണികൾ സൈബർ ആക്രമണവുമായി രംഗത്തിറങ്ങിയെങ്കിൽ ഒട്ടും അതിശക്തപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. എന്തിനീ കോൺഗ്രസുകാർ നന്നാവും എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.